പ്രണയമന്താരം. ദേ, മേലിൽ ഇമ്മാതിരി അഭ്യാസവുമായിട്ട് എൻ്റെ അടുത്ത് വന്നാലുണ്ടല്ലോ, ഈ കല്ലു ആരാണെന്നറിയും. അവനെ നോക്കിയൊന്ന് പേടിപ്പിച്ചിട്ട് കല്ലു കഴിച്ച പാത്രങ്ങളെടുത്ത് അടുക്കളയിലേക്ക് പോയി. കണ്ണനാണെങ്കിൽ അത് കേട്ടതും ശരിക്കും ഒന്ന് ചമ്മി. എന്നാലും അവൻ ആ പിറകെ ചെന്നു. കല്ലു, എന്താ? ഞാൻ നിന്നെ ഒന്ന് പറ്റിക്കാൻ, തമാശയ്ക്ക്. തമാശ അധികം കൂടണ്ട, അത്രയും ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അവൾ അപ്പോഴും സീരിയസ് ആണ്. കണ്ണൻ പിന്നീട് ഒന്നും മിണ്ടാതെ റൂമിലേക്ക് പോയി. ശ്രീക്കുട്ടി വന്നപ്പോൾ കല്ലു അവല് നനച്ചു വെച്ചിട്ടുണ്ട്. ചായയും കൂട്ടി അവളതെടുത്ത് കൊടുത്തു. കണ്ണനെ വിളിക്കാനായി അവൾ റൂമിൽ ചെന്നപ്പോൾ ആള് നല്ല ഉറക്കത്തിലാണ്. കാലത്തെഴുന്നേറ്റതുകൊണ്ടാകുമെന്ന് കല്ലു കരുതി. 2 ദിവസം കഴിഞ്ഞപ്പോൾ ശോഭയും രാജനും ഡിസ്ചാർജായി വീട്ടിലേക്ക് വന്നു. കല്ലുവാണെങ്കിൽ എല്ലാം വൃത്തിക്കും വെടിപ്പിനും ഇട്ടിട്ടുണ്ട്. ഏകദേശം 2 മണിയായി കാണും അവർ വന്നപ്പോൾ. കണ്ണൻ അവരെ കൂട്ടാനായി അവൻ്റെ ഒരു സുഹൃത്തിൻ്റെ വണ്ടി എടുത്തുകൊണ്ടാണ് പോയത്. അച്ഛാ, ഇപ്പം എങ്ങനെയുണ്ട്? ആ, ഇത്തിരി ആശ്വാസമുണ്ട് മക്കളെ. അയാൾ പതിയെ അകത്തേക്ക് കയറി. കല്ലു ചെന്ന് അമ്മയെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്ന ബാഗൊക്കെ എടുക്കാൻ സഹായിക്കുകയാണ്. കണ്ണൻ അച്ഛനെ റൂമിൽ കൊണ്ടുപോയി കിടത്തി. കർട്ടനെല്ലാം വകഞ്ഞു മാറ്റി ജനാലകളൊക്കെ തുറന്നിട്ട് അവൻ അച്ഛൻ്റെ അടുത്ത് വന്നിരുന്നു. ഓ, ഇവിടെ വന്നപ്പോഴാണ് ഒരു സമാധാനമായത് മോനെ. അയാൾ ശ്വാസം എടുത്തു വലിച്ചുകൊണ്ട് പറഞ്ഞു. അച്ഛൻ ഒരുപാട് സംസാരിക്കണ്ട, അത് ബുദ്ധിമുട്ടാകും കേട്ടോ. ആ, കുറച്ച് സമയം അച്ഛൻ കിടന്നോ, ഞാൻ ആ വണ്ടി തിരിച്ചു കൊടുത്തിട്ട് വരാം. അവൻ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയി. ശോഭയാണെങ്കിൽ മരുന്നുകളെല്ലാം എടുത്ത് വെക്കുകയാണ്. കല്ലു അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം എടുത്ത് മേശമേൽ വെച്ചു. ശോഭ ഇത്തിരി വെള്ളം കുടിക്കാനായി അടുക്കളയിലേക്ക് ചെന്നു. പെട്ടെന്നാണ് കല്ലുവിൻ്റെ കൈ തട്ടി ഒരു സ്റ്റീൽ പാത്രം മറിഞ്ഞു വീണത്. ഇതെന്താ കല്ലു, ഒന്ന് നോക്കിയും കണ്ടും ചെയ്തൂടെ? എല്ലാം നശിപ്പിക്കുവാണോ? ശോഭയുടെ ശബ്ദം ഉയർന്നു. കല്ലു ഒന്നും മിണ്ടാതെ പാത്രം എടുത്ത് വെച്ചു. കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ, ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞു തരണോ? പിറുപിറുത്തുകൊണ്ട് ശോഭ ഇറങ്ങി വന്നത് മകൻ്റെ മുന്നിലേക്ക്. നീ എന്താടാ നോക്കി പേടിപ്പിക്കുന്നത്? അവർ മകനെ ഒന്ന് തീക്ഷ്ണമായി നോക്കി. ഞാൻ നോക്കിയപ്പോൾ അമ്മ എന്തിനാ പേടിച്ചത്? അവനും വിട്ടുകൊടുത്തില്ല. പെട്ടെന്ന് അമ്മയുടെ പിന്നിൽ വന്ന് കല്ലു അവനെ ദീനമായി നോക്കി. ആ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവൻ പിന്നീട് ഒന്നും മിണ്ടിയില്ല. ശോഭ മുറിയിലേക്ക് കയറിപ്പോയി. എന്താ ശോഭേ അവിടെ ഒരു ബഹളം കേട്ടത്? ഒരു പാത്രം താഴേക്ക് വീണതാ. അത്രയേ ഉള്ളോ? ഓ, ഉള്ളൂ. എന്തേ? നീ എന്തിനടി കിടന്ന് ഒച്ച വയ്ക്കുന്നത്? അതിന് മാത്രം ഒന്നും സംഭവിച്ചില്ലല്ലോ. സംഭവിക്കാതിരുന്നാൽ മതിയെന്നേ എനിക്ക് പ്രാർത്ഥനയുള്ളൂ. അവൾ സാരി മാറി ഒരു നൈറ്റി എടുത്തിട്ടു. കണ്ണൻ്റെ വണ്ടി മുറ്റത്ത് സ്റ്റാർട്ടാവുന്ന ശബ്ദം കേട്ടു. അവൻ പോയോ? വണ്ടി കൊടുത്തേച്ച് ഇപ്പോൾ വരും. ആ, ചേട്ടൻ വാ, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. ധൃതിയില്ല ശോഭേ. മരുന്ന് കഴിക്കട്ടെ? അവൾ ഭർത്താവിനെ കട്ടിലിൽ നിന്ന് എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. ഞാൻ ഇങ്ങോട്ട് എടുത്തിട്ട് വരാം. അല്പം കഴിഞ്ഞ് അവർ ഭക്ഷണവുമായിട്ട് വന്നു. കല്ലുമോൾ കഴിച്ചോ? ഇല്ല. എന്നാൽ അവളെ കൂടി വിളിക്ക്. ഇങ്ങോട്ടോ? ആ. ഇപ്പം ആദ്യം ചേട്ടൻ കഴിക്ക്. ചോറുരുട്ടി വായിലേക്ക് വെച്ച് കൊടുത്തുകൊണ്ട് ശോഭ വീണ്ടും പറഞ്ഞു. അയാൾക്ക് കൊടുത്തു കഴിഞ്ഞ് ശോഭയും എടുത്ത് ഭക്ഷണം കഴിച്ചു. കല്ലുവിനോടൊന്നും അവർ ചോദിച്ചില്ല. കണ്ണൻ വണ്ടി കൊടുത്തിട്ട് പെട്ടെന്ന് തിരിച്ചു വന്നു. കല്ലു, ഊണെടുക്ക്, വല്ലാണ്ട് വിശക്കുന്നു. അവൻ അതും പറഞ്ഞുകൊണ്ട് ആ തിണ്ണയിലേക്ക് കയറി. നീ കഴിച്ചോ? ഇല്ല, ഞാൻ കഴിച്ചോളാം. പോയി എടുത്തിട്ട് വാ. കുറച്ച് കഴിഞ്ഞു മതി, അതുകൊണ്ടാ. പോയി എടുത്തിട്ട് വാ പെണ്ണേ, അവൻ വീണ്ടും പറഞ്ഞു. പിന്നീട് ഒന്നും പറയാതെ കല്ലു പോയി അവൾക്ക് കഴിക്കാൻ ഇത്തിരി ചോറും കറികളും എടുത്തിട്ട് വന്നു. ശോഭ വന്നപ്പോൾ അവർ രണ്ടുപേരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ശോഭ ഒരു കസേര വലിച്ചിട്ട് മകൻ്റെ അടുത്തേക്കിരുന്നു. ആശുപത്രി ചിലവായ കണക്കുകളെല്ലാം പറഞ്ഞു കേൾപ്പിക്കുന്നു. അവനാണെങ്കിൽ ഒന്നും മിണ്ടാതിരുന്ന് കഴിക്കുകയാണ്. ശോഭയാണെങ്കിൽ നിർത്തുന്ന ഭാവവുമില്ല. അല്പം കഴിഞ്ഞതും അവന് ദേഷ്യം വന്നു. ഇതെല്ലാം എന്നോട് വിസ്തരിച്ച് പറഞ്ഞു കേൾപ്പിക്കണ്ട. അല്ല, കണക്ക് കണക്കാകണം, അതുകൊണ്ട് പറഞ്ഞതാ. എൻ്റെ അമ്മയൊന്ന് നിർത്ത്.
പൈസ ചിലവായെങ്കിലും സാരമില്ല. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശല്ലേ. എനിക്കെൻ്റെ അച്ഛനെ തിരിച്ചു കിട്ടിയല്ലോ, അത് മതി. ഞാനങ്ങ് പറഞ്ഞെന്നേ ഉള്ളൂ. അതിന് നീ കിടന്ന് തുള്ളണ്ട. ആ, ഇനി എൻ്റെ മെക്കിട്ട് കയറിക്കോ. അവൻ ഒച്ച വെച്ചപ്പോൾ ശോഭ എഴുന്നേറ്റ് മുറിയിലേക്ക് പോയി. എന്താടി അവിടെ ഒരു ബഹളം? വന്ന് കയറിയതേ നീ തുടങ്ങിയോ? ഭർത്താവിനെ കടുപ്പിച്ചൊന്ന് നോക്കിയിട്ടവർ അവിടെ കിടന്ന ഒരു കസേരയിലിരുന്നു. എൻ്റെ ശോഭേ, വല്ലവരും എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി നീ ആ കൊച്ചിനെ അങ്ങനെയൊന്നും കാണണ്ട കേട്ടോ. വല്ലവരും ആണോ പറഞ്ഞത്? സ്വന്തം അച്ഛനല്ലേ. അയാൾ പറഞ്ഞത് കേട്ടിട്ട് എനിക്ക് പേടിയാവുക. പിന്നെ ഓരോരോ അന്ധവിശ്വാസങ്ങൾ. ദേ, അവനെങ്ങാനും അറിഞ്ഞാൽ പിന്നെ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് പോലും അറിയില്ല. എന്ത് നടക്കാൻ? എനിക്കെൻ്റെ കുഞ്ഞുങ്ങളാ വലുത്. അതിനിപ്പോൾ എന്നാ പറ്റി? ഒന്നും പറ്റിയില്ല. പറ്റാതിരുന്നാൽ മാത്രം മതി, അതേ ഉള്ളൂ. ആ, ഇതൊരു നടക്ക് പോവില്ല ശോഭേ. ശോഭ അതിന് മറുപടി ഒന്നും പറയാതിരുന്നു. എടി, അതൊരു പാവം കൊച്ചാണ്. നീ ദൈവത്തെ ഓർത്ത് അതിനെ കൊലയ്ക്ക് കൊടുക്കാതിരുന്നാൽ മതി. നിങ്ങളവിടെ മര്യാദയ്ക്ക് കിടക്കാൻ നോക്ക്. വെറുതെ ഇനി ഓരോന്ന് വരുത്തി വയ്ക്കണ്ട. ശോഭ എഴുന്നേറ്റ് വെളിയിലേക്ക് പോയി. നോക്കിയപ്പോൾ കല്ലുവാണെങ്കിൽ അവർ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്ന മുഷിഞ്ഞ തുണികളെല്ലാം സോപ്പ് വെള്ളത്തിൽ മുക്കി വയ്ക്കുകയാണ്. കണ്ണൻ ഫോണിൽ നോക്കി തിണ്ണയിലിരിപ്പുണ്ട്. അതൊക്കെ അവിടെ വെച്ചേക്ക്, ശ്രീക്കുട്ടി നനച്ചോളും. ശോഭ കല്ലുവിനോട് പറഞ്ഞു. അത് സാരമില്ലമ്മേ, ശ്രീക്കുട്ടി മടുത്തു വന്നിട്ട് വെറുതെ തുണി നനയ്ക്കാൻ നിൽക്കണ്ടല്ലോ. അവൾ കോളേജ് വിട്ട് വന്നാലും ഇവിടെ എല്ലാ ജോലിയും ചെയ്യുന്നതാണ്. ശോഭ ഇഷ്ടപ്പെടാത്ത മട്ടി പറഞ്ഞു. ഇവൾ നനച്ചെന്ന് കരുതി ഈ തുണിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ അമ്മേ? കണ്ണൻ അത് പറഞ്ഞതും ശോഭ അവനെ തുറിച്ചു നോക്കി. എന്നിട്ട് അടുക്കളയിലേക്ക് കയറിപ്പോയി. പിന്നാലെ അവനും. അമ്മേ. എന്താടാ? അല്ല, ഞാൻ കുറേ നേരമായിട്ട് ശ്രദ്ധിക്കുന്നു. അമ്മയ്ക്ക് എന്താണ് ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോൾ മുതൽ ഒരു മാറ്റം? എന്തു മാറ്റം? അതെനിക്കറിഞ്ഞൂടാ. ഇവിടെ വന്ന് കയറിയപ്പോൾ മുതൽ അമ്മയുടെ മുഖം കടന്നൽ കുത്തിയതുപോലെയാണല്ലോ. എൻ്റെ മുഖം എന്നും ഇതുപോലെ തന്നെയാ. എന്തേ, നീ ഇതുവരെ എന്നെ കണ്ടിട്ടില്ലേ? ഞാൻ ഇതുവരെ ഇങ്ങനൊരു മുഖം കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. നീ ഒരുപാട് കാട് കയറി ചിന്തിക്കണ്ട, പോകാൻ നോക്ക്. അമ്മേ, ഞാൻ അമ്മയെ ഇന്നും ഇന്നലെയല്ല കാണാൻ തുടങ്ങിയത്. അമ്മയുടെ മുഖം ഒന്ന് മാറിയാൽ എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് അമ്മ ഒരുപാട് ഉരുണ്ട് കളിക്കുകയൊന്നും വേണ്ട. എന്താ അമ്മയ്ക്ക് പറ്റിയത്? കാരണം എന്നോട് പറയേ. എൻ്റെ കണ്ണാ, എനിക്കൊന്നും പറ്റിയില്ല. നീ മിണ്ടാതെ പോടാ. ആയിക്കോട്ടെ. ഒരു കാര്യം ഞാൻ അമ്മയോട് പറയാം. ടി വിയിലെ സീരിയൽ എല്ലാം ഇരുന്ന് കണ്ട് കണ്ട് കയറി വരുന്ന പെണ്ണുങ്ങളോട് അമ്മായിമ്മ പോരെടുക്കാനാണ് ഭാവമെങ്കിൽ ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്കണം. അത് ഈ വീട്ടിൽ ചിലവാകില്ല. എൻ്റെ മഹാദേവ, ഒരാഴ്ച കൊണ്ട് നിന്നെ കുപ്പിയിലാക്കിയോടാ? ശോഭ മൂക്കത്ത് വിരൽ വെച്ചോ. ആരാരെ കുപ്പിയിലാക്കിയെന്നാ? അത് നീ തന്നെ നിന്നോട് സ്വയം ചോദിക്കുക. ദേ അമ്മ, വെറുതെ വേണ്ടാതിനും പറഞ്ഞാലുണ്ടല്ലോ വിവരം അറിയും. എന്നാലൊന്നും അറിഞ്ഞിട്ടേ ഉള്ളൂ. ശോഭയും വിട്ടുകൊടുത്തില്ല. കണ്ണൻ ദേഷ്യം വന്നിട്ട് ചവിട്ടിത്തുള്ളി ഇറങ്ങിപ്പോയി. വാതിൽക്ക് നിൽക്കുന്ന കല്ലുവിനെ കണ്ടതും അവന് സങ്കടമായി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. ഒന്നും മിണ്ടാതെ അവൾ മിഴിനീർ തുടച്ചുകൊണ്ട് അലക്കുകല്ലിൻ്റെ അടുത്തേക്ക് പോയി. കണ്ണന് അത് കണ്ടതും വേദന തോന്നിയെങ്കിലും അവനും അപ്പോൾ അവളോടൊന്നും പറയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ശോഭയെ രാജൻ നന്നായി വഴക്കു പറയുന്നുണ്ട്. വൈകുന്നേരം ശ്രീക്കുട്ടി വന്നപ്പോൾ പതിവ് പോലെ കല്ലു അവൾക്ക് ചായയും കായ വറുത്തതുമെടുത്ത് മേശമേൽ കൊണ്ടുപോയി വെച്ചു. ഇത് കണ്ട ശോഭ അവിടേക്ക് പാഞ്ഞു വന്നു. ഇതെന്താ ശ്രീക്കുട്ടി, നിനക്കിതൊന്നും എടുത്ത് കഴിച്ചൂടെ? അയ്യോ അമ്മേ, ഞാൻ ഈ കല്ലുവിനോട് എപ്പോഴും പറയുന്നതാണ് എടുത്തു തരണ്ടെന്ന്. പക്ഷേ ഈ കുട്ടി സമ്മതിക്കുന്നില്ല. എല്ലാം എടുത്തു വയ്ക്കും. വേണ്ട വേണ്ട, ആവശ്യമില്ലാത്ത ശീലങ്ങളൊന്നും ഇവിടെ ആരും തുടങ്ങണ്ട. ശോഭയുടെ ശബ്ദം കനത്തു. അപ്പോഴാണ് ശ്രീക്കുട്ടിയും അമ്മയെ ശ്രദ്ധിക്കുന്നത്. എന്താണ് മാതാശ്രീ ഇത്ര ഗൗരവം? ഹോസ്പിറ്റൽ വാസമൊക്കെ കഴിഞ്ഞപ്പോൾ അമ്മ ആകെ വലഞ്ഞു അല്ലേ? ശ്രീക്കുട്ടി ശോഭയുടെ തോളിലൂടെ കൈ ഇട്ടുകൊണ്ട് ചോദിച്ചു. പോയി കുളിക്കു പെണ്ണെ കൊഞ്ചാതെ. അതും പറഞ്ഞുകൊണ്ട് ശോഭ മുറ്റത്തേക്കിറങ്ങി. കല്ലൂസേ, അമ്മയ്ക്ക് എന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടായോ?
ശ്രീകുട്ടി മനസ്സിലാക്കാത്ത മട്ടിൽ കല്ലുവിനെ നോക്കി. ഏയ്, കുഴപ്പമൊന്നുമില്ല. ശ്രീകുട്ടിക്ക് തോന്നുന്നതാവും. പിന്നെ അമ്മ ആകെ മടുത്തു വന്നതുകൊണ്ടുള്ള ദേഷ്യം. ആ, ശരി ശരി കല്ലൂസേ, ഞാൻ എന്നാ കുളിച്ചിട്ട് വരാം. അതും പറഞ്ഞ് അവൾ കൊടുത്ത ചായ കുടിച്ചു കഴിഞ്ഞ് ശ്രീകുട്ടി പോയി. ശ്രീകുട്ടി വന്നപ്പോഴാണ് കല്ലുവിന് അല്പം ആശ്വാസമായത്. അമ്മയുടെ സ്വഭാവരീതി ഇങ്ങനെയാണോ എന്ന് അവൾ ചിന്തിച്ചു. പക്ഷേ തൻ്റെ വീട്ടിൽ വന്നപ്പോഴും തന്നെ ഫോൺ വിളിക്കുമ്പോഴും ഒക്കെ എന്തൊരു വാത്സല്യമായിരുന്നു. അമ്മയുടെ വാക്കുകളിൽ നിറയെ തന്നോട് സ്നേഹം മാത്രമായിരുന്നു. ഇത്ര പെട്ടെന്ന് എന്താണ് സംഭവിച്ചത്? താൻ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ദിവസം ചെന്നപ്പോഴും അമ്മയ്ക്ക് ഒരു കുഴപ്പവുമില്ലായിരുന്നു. തന്നോട് കാര്യമായിട്ടായിരുന്നു സംസാരമൊക്കെ. എന്താണ് എൻ്റെ ഭഗവാനെ ഇത്ര പെട്ടെന്ന് സംഭവിച്ചത്? ഇനി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കൊടുത്തോ? ചിറ്റയ്ക്കാണെങ്കിൽ ഇവിടെ വന്നപ്പോൾ മുതൽ തന്നോട് എന്തൊക്കെയോ അകൽച്ചയാണ്. അമ്മയുടെ സഹോദരിയല്ലേ, ഇനി അവരെങ്ങാനും എന്തെങ്കിലും പറഞ്ഞോ? പലവിധ ചിന്തകളിലൂടെയും ഉഴറി നടക്കുകയാണ് കല്ലു. ശോഭേ, എടി. അകത്തു നിന്ന് അച്ഛൻ്റെ വിളിയച്ച കേട്ടതും കല്ലു അവിടേക്ക് ഓടിച്ചെന്നു. എന്താ അച്ഛാ? അമ്മയുടെ മോളെ, അമ്മ മുറ്റത്തുണ്ട്, ഒന്ന് വിളിക്കുവോ? എനിക്ക് ഗുളിക കഴിക്കാൻ സമയമായി. ഇപ്പം വിളിക്കാച്ചാ. അവൾ പിന്തിരിഞ്ഞ് പോകാൻ തുടങ്ങിയതും അയാൾ കല്ലുവിനെ വീണ്ടും വിളിച്ചു. മോളെ കല്ലു. എന്താ അച്ഛാ? ശോഭ പറയുന്ന കേട്ട് എൻ്റെ കുട്ടി വിഷമിക്കണ്ട. ചില സമയത്ത് അവളുടെ രീതികൾക്ക് ഓരോ പ്രത്യേകതകളാണ്. ഞങ്ങളൊക്കെ ഇതൊക്കെ കണ്ടങ്ങ് ശീലിച്ചു. മോൾ ആദ്യമായിട്ടാ, അതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞത്. ഒന്നും അത്ര കാര്യാക്കണ്ട. അവൾ ആളൊരു ശുദ്ധഗതിക്കാരിയാണ്. അതൊന്നും കുഴപ്പമില്ല, എനിക്കറിയാം അമ്മ പാവമാണെന്ന്. കല്ലു അയാൾക്ക് മറുപടി കൊടുത്തു. ഞാൻ അമ്മയെ ഇപ്പോൾ വിളിക്കാം. അവൾ മുറിവിട്ട് ഇറങ്ങിപ്പോയി. ഒരു പേമാരി വന്ന് തോർന്നതുപോലെയാണ് അവൾക്ക് തൻ്റെ മനസ്സ് അപ്പോഴെന്ന് തോന്നി. അച്ഛൻ്റെ വാക്കുകൾ അത്രയ്ക്ക് ആശ്വാസം പകർന്നിരുന്നു. ഈശ്വര, ഓരോന്ന് ചിന്തിച്ചു കൂട്ടി തൻ്റെ മനസ്സ് എത്ര വിഷമിച്ചു. സാരില്ല, എല്ലാം പതിയെ തനിക്ക് ശീലമായിക്കോളും. അവൾ മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു. ശോഭയപ്പോൾ തൊടിയിൽ നിൽക്കുന്ന വിളഞ്ഞ പാവയ്ക്കാൻ നോക്കി പറിച്ചെടുക്കുകയാണ്. അമ്മേ. അമ്മയെ അച്ഛൻ വിളിക്കുന്നുണ്ട്. ഗുളിക കഴിക്കാൻ സമയമായി എന്ന് പറഞ്ഞു. ആ. അവരൊന്ന് മോളിയിട്ട് നടന്നു. അമ്മേ, ഈ പാവയ്ക്ക ഇങ്ങി തന്നേക്ക്, ഞാൻ അടുക്കളയിൽ കൊണ്ടുപോയി വെച്ചോളാം. കല്ലു ശോഭയുടെ മുഖത്തേക്ക് നോക്കി. ശോഭ അത് അവളുടെ കയ്യിലേക്കും കൊടുത്തു. അവൾക്കപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. താൻ വിചാരിച്ചത്ര പ്രശ്നക്കാരിയൊന്നും അല്ലമ്മ. ഒരുപക്ഷേ കണ്ണേട്ടനെ ഒരുപാട് സ്നേഹിച്ചും ലാളിച്ചും വളർത്തി വലുതാക്കിയത് കൊണ്ടാവാം പെട്ടെന്ന് പുതിയൊരാൾ വന്നതിൻ്റെ. അങ്ങനൊക്കെ ചിന്തിച്ച് കല്ലു അത് അടുക്കളയിൽ കൊണ്ടുപോയി വെച്ചു. അപ്പോഴേക്കും ശ്രീകുട്ടി കുളിയൊക്കെ കഴിഞ്ഞിറങ്ങി വന്നു. എടി ശ്രീകുട്ടി. എന്താമേ? നീ ആ നിലവിളക്കൊന്നെടുത്ത് മെഴുക്ക് കളഞ്ഞ് കഴുകി വെക്കാൻ നോക്ക്. ത്രിസന്ധ്യ ആവാറായി. ശരി അമ്മേ. അല്പം കഴിഞ്ഞ് ശ്രീകുട്ടി വിളക്ക് കഴുകി തുടച്ച് കത്തിക്കാനായി എടുത്തു വെച്ചു. കല്ലു, നീ കുളിക്കുന്നില്ലേ? കുളിക്കാൻ പോവാം. ഏട്ടനെവിടെ? അറിയില്ല, എവിടേക്കോ പോകണത് കണ്ടു. കല്ലു കുളിക്കാനായി പോയി തക്കം നോക്കി ശ്രീകുട്ടി അമ്മയുടെ അടുത്തേക്ക് ചെന്നു. അമ്മേ, അമ്മയ്ക്ക് എന്തു പറ്റി? ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? എന്തു പ്രശ്നം? അല്ല, അമ്മ ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ. അമ്മയ്ക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്താണ് അമ്മ കാര്യം? നീ നിന്റെ പണി നോക്ക് ശ്രീകുട്ടി. അമ്മ കാര്യം പറയ, എന്താ പറ്റിയത്? നീ പോയി വിളക്ക് കൊളുത്താൻ നോക്ക്. അതൊക്കെ അതിൻ്റെ സമയമാകുമ്പോൾ ഞാൻ കൊളുത്തിക്കോളാം. ഇപ്പോൾ അമ്മ കാര്യം പറ. എന്ത് കാര്യം? എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഉറപ്പാണോ? അതെ. എന്നാ ശരി. എന്തേ, കല്ലു നിന്നോട് എന്തേലും പറഞ്ഞോ? കല്ലു എന്തു പറയാൻ? എനിക്കമ്മയെ കണ്ടപ്പോൾ സംശയം തോന്നി. അവൻ എന്നോട് കോർക്കാൻ വന്നിരിക്കുന്നു. ആര്? കണ്ണൻ. അല്ലാതെ പിന്നെ ആരാ? ഏട്ടനമ്മയോട് എന്തു പറഞ്ഞു? നീ അവനോട് തന്നെ ചോദിച്ചാൽ മതി, എനിക്ക് വേറെ പണിയുണ്ട്. എന്താമ്മേ, എന്താ ഉണ്ടായത്? തൽക്കാലം നീ അറിയാൻ മാത്രമൊന്നുമില്ല. നീ അങ്ങോട്ട് പോയി അച്ഛന് കുടിക്കാൻ വെള്ളം വേണമെന്ന് ചോദിക്കും. അപ്പോഴേക്കും കണ്ണൻ്റെ ബൈക്കിൻ്റെ ശബ്ദം കേട്ടു.
ശ്രീകുട്ടി പിന്നീട് ഒന്നും സംസാരിക്കാതെ ഇറങ്ങിപ്പോയി. കണ്ണൻ ഒരു പൊതിയെടുത്ത് ശ്രീകുട്ടിക്ക് കൊണ്ടുവന്ന് കൊടുത്തു. എന്താ ഏട്ടാ ഇത്? അത് തുറന്നു നോക്കിയാൽ അറിയാലോ. ഓ, ആക്കിയതാണോ? ശ്രീകുട്ടി അവനോട് കളിയായി ചോദിച്ചെങ്കിലും അവനൊന്നും പറയാതെ മുറിയിലേക്ക് പോയി. കല്ലു കുളി കഴിഞ്ഞിറങ്ങി വന്നപ്പോൾ ശ്രീകുട്ടി നിലവിളക്ക് കൊളുത്തി. കണ്ണൻ അച്ഛൻ്റെ മുറിയിലിരുന്ന് അച്ഛനോട് സംസാരിക്കുകയാണ്. ശോഭ കയറി വന്നതും അവൻ അവരോടൊന്നും മിണ്ടാതിറങ്ങിപ്പോയി. നിനക്കിപ്പോൾ സമാധാനമായി കാണുമല്ലേടി? രാജന് നന്നായി ദേഷ്യം വന്നു. എന്ത്? ഞാൻ എന്നാ ചെയ്തിട്ടാ നിങ്ങളെല്ലാവരും കൂടി എൻ്റെ മെക്കിട്ട് കയറുന്നത്? നീ ഒന്നും ചെയ്യണ്ട, നിന്റെ നാവാണ് പ്രശ്നം. എന്നാ പറ്റി എൻ്റെ നാവിന്? കൂടുതലൊന്നും എനിക്ക് നിന്നോട് പറയാനില്ല. നോക്കിയും കണ്ടും നിന്നും നിനക്ക് കൊള്ളാം. അങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. എന്താ നിങ്ങൾക്കതി സംശയമുണ്ടോ? എൻ്റെ ശോഭയെ നിന്നോട് സംസാരിച്ച് നേടാൻ ഇത്തിരി പാടാണ്. അതിന് കണ്ണന് മാത്രമേ കഴിയൂ. അച്ഛൻ്റെ അമ്മയുടെയും സംസാരം കേട്ട് ശ്രീകുട്ടി മുറിക്ക് പുറത്തു നിൽപ്പുണ്ട്. ഇവിടെ എന്തൊക്കെയോ മണക്കുന്നുണ്ട്. എന്താ അച്ഛാ? അവൾ അച്ഛൻ്റെ അടുത്തേക്ക് വന്നു. നിന്റെ അമ്മയോട് തന്നെ ചോദിക്ക, അവൾ പറയുമല്ല. അമ്മയോട് ഞാൻ ചോദിച്ചിരുന്നു, പക്ഷെ ഒന്നും പറഞ്ഞില്ല. ഇനി അച്ഛനെങ്കിലും എന്നോട് കാര്യം പറയാം. നിന്റെ അമ്മ വല്ലവരും പറയുന്നത് കേട്ട് ആ കൊച്ചിനോട് തുള്ളുവാ. ഇന്നലെ വൈകിട്ട് ഞങ്ങൾ കിടന്ന റൂമിൻ്റെ എതിർവശത്ത് പുതിയൊരു കൂട്ടർ വന്നു. അയാളുടെ ഭാര്യയ്ക്കെന്തോ ഓപ്പറേഷൻ ചെയ്യാൻ. അതിന് അഡ്മിറ്റായതാ. ഇവള് മരുന്ന് മേടിക്കാൻ ഇറങ്ങിപ്പോയപ്പോൾ അവരെ ഒന്ന് പരിചയപ്പെട്ടു. പറഞ്ഞു വന്നപ്പോഴറിയുന്നത് കല്ലുമോളുടെ അച്ഛനാണെന്ന്. സത്യമാണോ അച്ഛാ? നീ ബാക്കി കൂടി കേൾക്ക്. എന്നിട്ടാണെങ്കിൽ അയാൾ ഈ കൊച്ചിനെക്കുറിച്ച് എന്തൊക്കെയോ അന്ധവിശ്വാസം പറഞ്ഞു കൊടുത്തു. അത് കേട്ടിട്ടാ ഇവളുടെ തുള്ളല്. ഭഗവാനെ, എന്നിട്ട് അമ്മ എന്തേലും കല്ലുവിനോട് പറഞ്ഞോ? എനിക്കറിയാൻ വയ്യ. അവനോട് എന്തൊക്കെയോ പറഞ്ഞ് രണ്ടാളും കൂടി ബഹളം കൂട്ടുന്ന കണ്ടു. അവനിവളോട് 4 എണ്ണം പറഞ്ഞിട്ട് പോയി. എൻ്റെ ഈശ്വര, സത്യമാണോ ഇത്? ശ്രീകുട്ടിക്ക് ദേഷ്യം വന്നു. ശോഭ പക്ഷേ മുഖം വീർപ്പിച്ചാണ് നിൽക്കുന്നത്. എൻ്റെ പൊന്നമ്മേ, ഒരു കുഞ്ഞുണ്ടായിട്ട് നാട്ടുകാരുടെ വർത്താനം കേട്ട് അതിനെ ഉപേക്ഷിച്ചു പോയ ആ വൃത്തികെട്ട മനുഷ്യൻ പറയുന്നത് അമ്മ വിശ്വസിച്ചു. കഷ്ടം കേട്ടോ. അവൾ മൂക്കത്ത് വിരൽ വെച്ചു. അങ്ങനെ പറഞ്ഞു കൊടുക്കൻ്റെ മോളെ. അച്ഛ, ഇതൊക്കെ അമ്മയോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഒന്നും മനസ്സിലാക്കിയ പോരെ? 4 ആൾക്ക് മുന്നിൽ സ്വന്തം മകളെ കൈ പിടിച്ചു കൊടുക്കാൻ പോലും വരാത്ത അയാളോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ. ആ പാവം അച്ഛമ്മ ഉണ്ടായിരുന്നത് കൊണ്ട് ആ കുട്ടിക്കൊരു ജീവിതം ഉണ്ടായി. എന്നിട്ട് ആ ചെറ്റ പറയുന്നത് കേട്ട് അമ്മ വന്നിരിക്കുന്നല്ലേ? അമ്മയ്ക്കറിയാമോ അവൾ എന്ത് പാവമാണെന്ന്? കാലത്തെഴുന്നേറ്റ് സകല ജോലിയും ചെയ്യും. എന്നെ അടുക്കളയിലേക്ക് പോലും കയറ്റില്ല. കോളേജിലേക്ക് പോകാൻ നേരമാവുമ്പോൾ ചോറ് വരെ കെട്ടി എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് തരും അവൾ. സ്വന്തം കൂടപ്പിറപ്പ് പോലെയാണ് കല്ലു എനിക്ക്. അവളോട് അമ്മയുടെ വിളച്ചിലെടുക്കണ്ട, ഞാൻ സമ്മതിക്കില്ല. അത്രയും പറഞ്ഞുകൊണ്ട് ശ്രീകുട്ടി ചാടിത്തുള്ളി ഇറങ്ങിപ്പോയി. തുടരും. കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് തരാനും ഹൈപ്പ് കൊടുക്കാനും മറക്കല്ലേ. സ്നേഹത്തോടെ സ്വന്തം മിത്രവിന്ദ.